കൊച്ചി, കോഴിക്കോട്, ചെന്നൈ തുടങ്ങിയ ഇടങ്ങളിലും ഓഫീസുകളിലും അദ്ദേഹത്തിൻ്റെ വീടുകളിലുമാണ് പരിശോധന നടത്താൻ തീരുമാനിച്ചിരുന്നത് ഇ ഡി. ഇന്നലെ ഏറെക്കുറെ പരിശോധനയും നടത്തിയിരുന്നു. പക്ഷേ ഇന്നലെയൊക്കെ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടത്തിയെങ്കിൽ ഇന്നത് ചെറിയൊരു വ്യത്യാസം കൂടി വരും. ഈ ബ്രാഞ്ച് ഓഫീസുകളിലേക്ക് കൂടി പരിശോധന നീളുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഗോകുലഗോപാലിനെയും ഒപ്പം തന്നെ കൂടുതൽ ജീവനക്കാരെയും ചോദ്യം ചെയ്യാനും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഗോകുലഗോപാലിനെ മൊഴിയെടുത്തിരുന്നു. പക്ഷേ ആ മൊഴിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തൃപ്തരല്ല. അതുകൊണ്ട് തന്നെയാണ് വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തോട് ചെന്നൈ വരാൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കൊച്ചി യൂണിറ്റ് രാജേഷ് നായരുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ എമ്പുരാൻ സിനിമയുടെ ഒരു നിർമ്മാതാവാണ് അദ്ദേഹം. പക്ഷേ അതുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവും ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധനയ്ക്കില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും അത് തന്നെ അങ്ങനെ ആയിരിക്കാം കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ 6 മാസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഗോകുലഗോപാലിന്റെ സ്ഥാപനങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന ശക്തമാക്കിയിരിക്കുന്നതും ഇത് കൂടുതൽ ശക്തമായ പരിശോധന നടത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചിരിക്കുന്നതും. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. പൃഥ്വിരാജിനെ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അതിനിടയിലാണ് ഇന്നലെ തന്നെ ഇ ഡി പണി തുടങ്ങി എന്നുള്ളതാണ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് ആരോപിച്ചത്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് സംഘപരിവാറിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു എന്നൊരു ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ മറു ആരോപണങ്ങളും ശക്തമായ കടന്നാക്രമണങ്ങളും ഉണ്ടായിരുന്നു. 24 വെട്ടുകൾ വെട്ടിയിട്ടുള്ള റീ എഡിറ്റഡ് എമ്പുരാൻ തിയേറ്ററുകളിൽ എത്തിയെങ്കിൽ പോലും അതിലെ പ്രധാന നടൻ മോഹൻലാലിൻ്റെ ഖേദപ്രകടനത്തെ അംഗീകരിക്കാതെയും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് സമീപകാലത്ത് ഇല്ലാത്ത വിധത്തിലുള്ള ആരോപണങ്ങളുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രംഗത്ത് വരികയും അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളായിട്ടുള്ള ഗോകുലം ഗോപാലിനെ ചോദ്യം ചെയ്യുകയും ഇന്നിപ്പോൾ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജിന് IT വിഭാഗത്തിന്റെ നോട്ടീസ് ലഭിക്കുകയും ചെയ്തത് എന്ന രാഷ്ട്രീയ ആരോപണം പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.